എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതും ഒരു പച്ചമരുന്ന് തന്നെയാണ്. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? അത് ചിലപ്പം നെഞ്ചിന് കണിയും, ചിലപ്പം വയറിന് കണിയും, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഛർദ്ദിക്കും, രാത്രിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി വണ്ടി വീട്ടിലുള്ളവരും ഇല്ലാത്തവരും ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകളൊക്കെ ഭയങ്കരമായിരിക്കും. ചിലർ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കെ കണ്ട് നേരം വെളുക്കുന്നവരെ വോമിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ശരിയല്ലേ? ഒരു നിസ്സാര സാധനം ഗ്യാസ് കയറി ബുദ്ധിമുട്ടാകുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ ഏകദേശം എല്ലാവരുടെ വീട്ടിലുമുണ്ട് കരിയാപ്പല ഇല്ലേ? കരിയാപ്പല എല്ലാവരുടെ വീട്ടിലുമുണ്ട്. കരിയാപ്പല ഒരു ഇതൾ ഒടിച്ചെടുക്കുക. അതിൻ്റെ ഒരു 7 ഇലയാകട്ടോ, ഇതളെന്ന് പറയുന്നത് 7 ഇലയാണ്. 7 ഇല എടുക്കുക, കഴുകി വൃത്തിയാക്കുക, വായിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കുക. അത്രേ ഉള്ളൂ സംഗതി. ചവച്ചരച്ച് കഴിച്ചാൽ ഏകദേശം ചുരുങ്ങിയ 10 മിനിറ്റിനുള്ളിൽ ഗ്യാസ് കെട്ടിയത് റിമൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും ചെയ്യും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ, ഇപ്പൊ തന്നെ പരീക്ഷിച്ച് നോക്കിക്കോ. പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് കമന്റ് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതിന് മറ്റ് ബാഡ് കമന്റ് പറയുന്ന ആളുകൾ മറ്റ് ബാഡ് കമന്റ് ഒന്നും പറയണ്ട. കാരണം ഇത് കരിയാപ്പല കറിയിലും വീട്ടിലും എല്ലാം ഉപയോഗിക്കുന്ന സാധന. അതുകൊണ്ട് പോയിസൺ ആവും, മുറിവേദ്യം കൊല്ലും, ഇതൊന്നും പറഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്നാ, കരിയാപ്പലയല്ലേ, എല്ലാവരുടെ കറിയിൽ വിടുന്ന സാധനമല്ലേ. ഇതിനിപ്പോ എന്ത് ബാഡ് കമന്റ് പറയും? അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ കുറച്ച് ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഇതൊക്കെ താൻ ഇപ്പോഴാണ് പറഞ്ഞത്, എത്രയോ പേര് ഈ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞതാ, ഇത് താൻ കോപ്പി അടിച്ചതല്ലേ എന്ന് പറയുമായിരിക്കും. അതിന്റെ മറുപടിയും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ നേരത്തെ ചിലപ്പം ഇട്ടിട്ടുണ്ടാവാം, എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അറിയുകയും കണ്ടിട്ടുമുള്ള ആളുകൾ ദയവ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പൊക്കോ. ഇതറിയാത്ത ആളുകൾ കുറച്ചു പേരേലും കാണും, അവർക്ക് ഇത് ഉപകാരം ആയിക്കോളും.